ഇത് മാസ് മോട്ടോഴ്സിന്നാണ് നമ്മുടെ ഹീറോയുടെ സ്പ്ലെൻഡർ വണ്ടിയുടെ ഓയിൽ ലെവൽ കുറഞ്ഞു പോകുന്ന ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എൻജിൻ വർക്ക് കഴിഞ്ഞിട്ട് ഒരു വർഷം ആയിട്ടില്ല. അപ്പോൾ നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടി അഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഴിക്കണ സമയത്ത് തന്നെ നമുക്ക് അതിനകത്ത് പിസ്റ്റണിൻ്റെ ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓയിൽ വന്ന് നിൽക്കുന്നത് ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ആ വീഡിയോ ഈ വീഡിയോൻ്റെ ലാസ്റ്റിലേക്ക് ഞാൻ കൊടുത്തേക്കട്ടോ. അഴിക്കണ സമയത്ത് ഉണ്ടായ ഒരു സിറ്റുവേഷൻ. നിലവിൽ നമുക്ക് പിസ്റ്റണിൻ്റെ ടോപ്പ് സൈഡിലൊക്കെ അത്യാവശ്യം ഓയിൽ വന്ന് നിൽക്കുന്നുണ്ട്. സാധാരണ ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിൽ വരാം. ഒന്ന് സിലിണ്ടർ പിസ്റ്റൺ ഡാമേജ് വരുമ്പോൾ വരും, പിന്നെ ഈ റിങ്സിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടും വരും. അപ്പോൾ നമ്മൾ ഇത് സിലിണ്ടറിനകത്ത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്തു. നിലവിൽ വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും സിലിണ്ടറിൻ്റെ ഭാഗത്ത് വന്നിട്ടില്ല. അതേപോലെ തന്നെ പിസ്റ്റണുമേയും വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും കാണുന്നില്ല കാര്യമായിട്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് ആ റിങ്സ് മാത്രം മാറ്റി റീസെറ്റ് ചെയ്താൽ മതി. ഇത് നമ്മൾ സിലിണ്ടർ ബോർ ചെയ്തേണ്ടതല്ല, പുതിയ സിലിണ്ടറാണ് മാറ്റിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് റിങ്സ് നമുക്ക് അവൈലബിൾ ആണ്. ആ റിങ്സ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ആയി പോകും. അപ്പോൾ നമ്മളത് റിങ്സ് മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഓയിൽ ലെവൽ കുറവുണ്ട്, അത് നമ്മൾ ടോപ്പ് ചെയ്ത് ക്ലിയർ ചെയ്യാം. അതിന് ശേഷം നമ്മളത് ചെക്ക് ചെയ്യണം കേട്ടോ. കൃത്യമായിട്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഓയിൽ ലെവൽ നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യണം. അത് കുറഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ള കേസ് നോക്കാം. 90%, 99% സാധ്യതയില്ല. കാരണം എന്താ വെച്ചാൽ ഈ റിങ്സിൻ്റെ ഒരു പോരായ്മയാണ് നമുക്കിപ്പോൾ അതിനകത്ത് മനസ്സിലാവാം. പക്ഷേ നമ്മളത് മോണിറ്റർ ചെയ്യാതെ വിടരുത്. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഗ്രാജുവലി അത് പതുക്കെ കൂടി വരും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നമ്മൾ കറക്റ്റായിട്ട് അത് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് സംഭവം. ആദ്യത്തെ 1-2 പ്രാവശ്യം ഏകദേശം ഒരു മാസം കൂടുമ്പോൾ നമ്മൾ ഓയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നോർമൽ സാധാരണ രീതിയിൽ നമുക്ക് ആ ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് കൊണ്ടുവന്നായി. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കേസ് കൃത്യമായിട്ട് അതിൻ്റെ ഓയിൽ ചേഞ്ച് 3000 കിലോമീറ്ററിൽ ചെയ്യുക. അതേപോലെ തന്നെ എയർ ഫിൽറ്റർ പ്ലഗ് കറക്റ്റ് പീരീഡിൽ മാറ്റാം. പീരിയോഡിക് സർവീസ് കറക്റ്റായിട്ട് ചെയ്യുക. അതാണ് ശരിക്കും നമുക്ക് എഞ്ചിനുമായി ബന്ധപ്പെട്ട് എഞ്ചിൻ ലൈഫ് മാക്സിമം കിട്ടാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട കേസ്. ഇത് നിലവിൽ ബോറിംഗ് അല്ല. അപ്പോൾ കമ്പനി നമുക്ക് ഒറിജിനൽ മേടിച്ച് മാറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ ആ റിങ്സ് ഒറിജിനൽ റിങ്സ് തന്നെ വന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് റിങ്സ് വന്നിട്ടുണ്ട്. അതങ്ങോട്ട് മാറ്റിയിട്ട് കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാനത് നോക്കിയിട്ട് അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ വിളിക്കാം എന്തെങ്കിലും കേട്ടോ. നമ്മൾ ബോറിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സാധാരണ ഇതിൽ ഒരു പക്ഷേ കംപ്ലയിൻറ്റ് വരാം. ഇനി അതല്ല സിലിണ്ടർ പിസ്റ്റണിൻ്റെ ഡാമേജ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നമുക്കത് ബോർ ചെയ്ത് യൂസ് ചെയ്യാറ്. പക്ഷേ ഇത് നിലവിൽ വേറെ കംപ്ലയിൻറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ റിങ്സ് മാറ്റിയിട്ട് ആ പ്രോബ്ലം സോൾവ് ആയി പോകുള്ളൂ. അപ്പോൾ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ അയച്ചു എന്നുള്ളൂ. വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം. എന്തായാലും നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം എഞ്ചിനൊന്ന് സ്റ്റാർട്ടിങ്ങിലിട്ടൊന്ന് ഓടിക്കണം. എത്രത്തോളം അതിൻ്റെ പെർഫോമൻസ് ഒന്ന് ചെക്ക് ചെയ്യണം, എന്നിട്ട് തരാം കേട്ടോ.